DCB മീഡിയയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും സാമ്പത്തിക രംഗത്തടക്കം നിരവധി മാറ്റങ്ങളാണ് വരുന്നത്. കൃത്യമായി അവ അറിയാതെ പോകുന്നത് മൂലം പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോവുകയും പല കാര്യങ്ങൾക്കും ഫൈനും പിഴയുമെല്ലാം നൽകേണ്ടിയും വരും. ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഫെബ്രുവരി മാസത്തെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി 1 മുതൽ ഇനി പണം കൈമാറ്റം ചെയ്യുവാൻ കൂടുതൽ എളുപ്പമാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് അക്കൗണ്ട് നമ്പറുകളോ IFSC കോഡുകളോ ആവശ്യമില്ല. 5 ലക്ഷം രൂപ വരെ ഇങ്ങനെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ മാറ്റവുമായി എത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പുതിയ IMPS നിയമപ്രകാരം ഉപയോക്താക്കൾക്ക് പണം അയക്കുന്ന ആളിൻ്റെ, അതായത് സ്വീകർത്താവിൻ്റെ മൊബൈൽ നമ്പറും അവരുടെ പേരും മാത്രമേ ആവശ്യമുള്ളൂ. ഈ വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ ഗൂഗിൾ പേയിലൂടെ നടത്തുന്നതിന് സമാനമായ ഇടപാടുകൾ വ്യാപകമാകും. 2023 ഒക്ടോബർ 31 NPCI സർക്കുലർ പ്രകാരം ജനുവരി 31 ശേഷം ഈ മാറ്റം നടപ്പാക്കുമെന്നാണ് അറിയിപ്പുകൾ. പണം കൈമാറ്റം 24 മണിക്കൂറും സാധ്യമായതിനാൽ IMPS ഫണ്ട് ട്രാൻസ്ഫർ എളുപ്പമാണ്. രണ്ടാമത്തെ അറിയിപ്പ്, ഫാസ്ടാഗുകളിൽ ബാലൻസ് ഉണ്ടെങ്കിലും അപൂർണമായ KYC ഉള്ള ഫാസ്ടാഗുകൾ 2024 ജനുവരി 31 ശേഷം ബാങ്കുകൾ നിർജ്ജീവമാക്കും, അല്ലെങ്കിൽ കരിമ്പട്ടികയിൽ പെടുത്തുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു. ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടിയാണിത്. ഒരു ഫാസ്ടാഗ് പല വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുവാനും ഒരു വാഹനത്തിന് പല ഫാസ്ടാഗുകൾ ഉപയോഗിക്കുന്നത് തടയുവാനുമാണ് ഹൈവേ അതോറിറ്റിയുടെ ഈ പുതിയ നീക്കം. അസൗകര്യം ഒഴിവാക്കുവാൻ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട KYC പൂർണ്ണമായും വാഹന ഉടമകൾ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ഫാസ്ടാഗ് അക്കൗണ്ട് മാത്രമേ സജീവമായി നിലനിൽക്കൂ. സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഫാസ്ടാഗ് ഉപയോക്താക്കൾക്ക് അടുത്തുള്ള ടോൾ പ്ലാസകളിലോ ബന്ധപ്പെട്ട ബാങ്കുകളുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഫെബ്രുവരി 1 വന്ന പുതിയ അറിയിപ്പ് പ്രകാരം ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് സ്റ്റിക്കർ മാത്രമെന്ന നിയമം നടപ്പാക്കുന്നത് മാർച്ച് 1 നീട്ടിയിട്ടുണ്ട് എന്നതാണ്. KYC പൂർത്തീകരിക്കാത്ത ഫാസ്ടാഗുകൾ ബാലൻസ് ഉണ്ടെങ്കിലും ഫെബ്രുവരി 29 ശേഷം പ്രവർത്തനരഹിതമാകും. ഒന്നിലധികം ഫാസ്ടാഗുകൾ ഉണ്ടെങ്കിൽ അവ ഡീആക്ടിവേറ്റ് ചെയ്യുവാൻ ടോൾ ബൂത്തുകളെയോ ബന്ധപ്പെട്ട ബാങ്കുമായോ ബന്ധപ്പെടണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ PFRDA നാഷണൽ പെൻഷൻ സിസ്റ്റം പിൻവലിക്കൽ നിയമങ്ങൾ പരിഷ്കരിച്ചു. ഫെബ്രുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതിനാൽ NPS അക്കൗണ്ട് ഉടമകൾക്ക് അക്കൗണ്ട് ഉടമയുടെയും തൊഴിലുടമയുടെയും സംഭാവനകൾ ഉൾപ്പെടെ അവരുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ പരമാവധി 25% മാത്രമേ പിൻവലിക്കുവാൻ സാധിക്കൂ. കൂടാതെ നിങ്ങൾക്ക് ഇതിനകം ഒരു വീടുണ്ടെങ്കിൽ ഈ ആവശ്യത്തിനായി നിങ്ങളുടെ NPS അക്കൗണ്ടിൽ നിന്ന് ഭാഗികമായി പിൻവലിക്കുവാൻ നിങ്ങളെ അനുവദിക്കില്ല. അടുത്ത അറിയിപ്പ്, ഇന്ന് വീടുകളിൽ ഇരുചക്ര വാഹനങ്ങളോ 4 ചക്ര വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങളോ ഇല്ലാത്തത് വിരളമായിരിക്കും. മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ സുതാര്യമായും വേഗത്തിലും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സേവനങ്ങൾ ആധാർ ഒതന്റിക്കേറ്റഡ് അതുപോലെ ഫേസ്ലെസ് രീതിയിലാണ് നൽകി വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ വാഹനങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്ന ട്രാഫിക് ലംഘനങ്ങളൊക്കെ AI ക്യാമറയിലൂടെയും കണ്ടെത്തി ഡിജിറ്റലായാണ് പിഴച്ചെല്ലാനൊക്കെ അയക്കുന്നത്. ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാഹന ഉടമകളുടെ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറുകൾ വാഹന ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാം. ഇങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾക്ക് രജിസ്റ്ററിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ പൂർത്തിയാക്കാം. ഫെബ്രുവരി 29 വരെയാണ് മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കുവാൻ സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് MVDയുടെ അറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ആധാർ കാർഡ് കൈവശമില്ലെങ്കിൽ 1000 രൂപ പിഴയായി ഈടാക്കും. കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് ആധാർ കാർഡ് ഉണ്ടെന്നുള്ളത് ബോട്ട് ഉടമ ഉറപ്പാക്കണം. നിയമസഭയിൽ KK രമയുടെ ചോദ്യത്തിന് മന്ത്രി സജി ചെറിയാൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാജരേഖ ഉണ്ടാക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൈവശം വയ്ക്കേണ്ടതുണ്ട്. ആധാർ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് UIDAI വെബ്സൈറ്റ്
വെബ്സൈറ്റിൽ നിന്ന് ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് ഈ സുപ്രധാന തീരുമാനം എടുക്കുന്നതെന്നും ഇതിനായി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്ത് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത അറിയിപ്പ് 2023-24 സീരീസിലെ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ അവസാന ഘട്ടം ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യും. SGB അഥവാ സോവറിൻ ഗോൾഡ് ബോണ്ട് 2023-24 സീരീസ് 4 ഫെബ്രുവരി 12 തുറന്ന് ഫെബ്രുവരി 16 അവസാനിക്കും. 1 ഗ്രാം സ്വർണത്തിന് 6199 രൂപയായി കേന്ദ്ര ബാങ്ക് ഇഷ്യൂ വില നിശ്ചയിച്ചിരുന്നു. ആഭരണങ്ങൾ, സ്വർണ്ണ നാണയം എന്നിവ പോലുള്ള ഫിസിക്കൽ സ്വർണത്തിന് പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള സ്വർണത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന റിസർവ് ബാങ്ക് പദ്ധതിയാണിത്. ഇത് വിൽക്കുന്ന ദിവസത്തിലെ തുക ലഭിക്കുമെന്നത് മാത്രമല്ല, വർഷത്തിൽ 2.5% പലിശ ഈ സ്കീമിൽ ലഭിക്കുകയും ചെയ്യും.